പള്ളിപ്പുറം സെൻറ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലേക്ക് നടക്കുന്ന വലിയൊരു വചന പ്രഘോഷണ റാലിയാണ് എൻ്റെ പിന്നിലൂടെ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ വചന പ്രഘോഷണ റാലിയിലൂടെയാണ് നാം നടക്കുന്നത്. കോട്ടപ്പുറം രൂപതയിലെ മതബോധന കേന്ദ്രവും കോട്ടപ്പുറം ബൈബിൾ അപ്പോസ്ലേറ്റും കൂടി ഒരുമിച്ച് നടത്തുന്ന ഇവാങ്കുലിയൻ, അതായത് ബൈബിൾ പാരായണ മാസത്തിൽ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം കയ്യെഴുത്ത് പ്രതികളെ ഏകദേശം 1000-ഓളം വരുന്ന കുട്ടികളും 1000-ഓളം മതാധ്യാപകരും രക്ഷിതാക്കളും ചേർന്നൊരുക്കിയ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സൈഡിലുള്ള കുട്ടികളുടെ കൈകളിലെല്ലാം അവർ എഴുതിയ പ്രാർത്ഥനാഭിഷേകത്തോടെ എഴുതിയ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി ആയിട്ടാണ് അവർ ഈ ഒരു പ്രദക്ഷിണത്തിൽ മുന്നേറുന്നത്. പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട മഞ്ഞുമാത ബസിലിക്കയിലാണ്. ഈ ബസിലിക്കയിലെ നടയിൽ മാതാവിൻ്റെ സന്നിധിയിലാണ് അവർ പ്രാർത്ഥനാപൂർവം കഴിഞ്ഞ മാസങ്ങൾ എഴുതി തീർത്ത ഈ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. അച്ഛൻ പറഞ്ഞതേ ഈ 1000, 1100, 2000-ഓളം കുട്ടികൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ താല്പര്യത്തോടെയാണ് അവരത് ചെയ്തത്. ചെറിയൊരു സംരംഭമായിരുന്നു, പക്ഷേ അവരത് വളരെ ഹൃദയപൂർവ്വമായിട്ട് അത് ഏറ്റെടുത്തു ഇതുപോലെ എഴുതാനായിട്ട്. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെയായാലും വായിക്കുമ്പോൾ അറിയാതെ തന്നെ ജീവിക്കും. ഒരു ബൈബിൾ ജീവിക്കുവാനുള്ളൊരു വലിയ സംരംഭമാണ്. അപ്പോൾ എവാങ്കലിയോൺ 2000 എന്നുള്ള പേരുള്ള സംരംഭം എങ്ങനെയായാലും മറ്റുള്ളവർക്ക് തന്നെ ഇത് ഇങ്ങനെ ജീവിതത്തിലേക്ക് വളരാനുള്ളൊരു പുതിയ ഒരു ഉൾക്കാഴ്ച നൽകുന്ന സംഭവമായിട്ടാണ് കാണുന്നത്. നമ്മൾ ക്രിസ്മസ് വരുമ്പോൾ ഈശോയ്ക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ളൊരു സമയമാണ്. അപ്പോൾ പലരും പുൽക്കൂട് ഒരുക്കുന്നു, അല്ലെങ്കിൽ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ അവർ ചെയ്യാറുണ്ട്. സോക്സ് തയ്യാറാക്കുന്നു, തലയിണ ശരിയാക്കുന്നു, ഉണ്ണിക്കുള്ള കുപ്പായം ശരിയാക്കുന്നു. അപ്പോൾ രൂപതയിൽ മൊത്തം എല്ലാ കുട്ടികളും ഒരുമിച്ച് ഈശോയ്ക്ക് വേണ്ടി ഒരു സമ്മാനം ഒരുക്കുക എന്ന ഒരു ചിന്ത ജോയിച്ചിൻ്റെ മനസ്സിലാണ് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അത് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് വചനം തന്നെ എഴുതി ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെയാണ്
ഈ ഒരു മാർക്കോസിൻ്റെ സുവിശേഷം ഏറ്റവും ചെറിയ സുവിശേഷമാണ്, കുട്ടികൾക്ക് എളുപ്പമാണ്, പിന്നെ പരീക്ഷയുടെ സമയം കാരണം അവരധികം ബുദ്ധിമുട്ടിക്കാതെ അത് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഈ ഒരു സുവിശേഷം തിരഞ്ഞെടുത്തത്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. ഇത്രയേറെ തിരക്കുകളുള്ളൊരു സമയമായിരുന്നിട്ട് പോലും പറഞ്ഞ സമയത്തിനുള്ളിൽ അവർ കൃത്യമായിട്ട് അത് പൂർത്തിയാക്കി. അപ്പോൾ ഏതാണ്ട് 2000-ഓളം വിശുദ്ധ ഗ്രന്ഥങ്ങൾ മാർക്കോസിൻ്റെ സുവിശേഷം കൈയെഴുത്ത് പ്രതികളായിട്ട് ഇപ്പോൾ രൂപതയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ഒരു ക്രിസ്മസിൻ്റെ സന്ദേശം. അപ്പോൾ അത് അഭിമന്യ പിതാവിൻ്റെ സമയത്ത് അത് പിതാവിനോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ട്, ആദരസൂചകമായിട്ട് കൂടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. താങ്ക് യു. കേരള സഭയിലെ തന്നെ ഒരു ചരിത്ര സംഭവമാണ് ഇന്ന് പള്ളിപ്പുറം മഞ്ഞുമാത പള്ളിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒപ്പം ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നമുക്ക് ചോദിക്കാം. ഇവരെല്ലാവരും ഈ മാർക്കോസിൻ്റെ സുവിശേഷം എഴുതി തീർത്തവരാണ്. നിങ്ങൾ ഏത് ഇടവകയാണ്? കൊടുങ്ങല്ലൂർ സെൻറ് തോമസ്, ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ. ഇത് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ഈ ബൈബിളൊക്കെ എഴുതി? ഒരു മാസത്തെ എങ്ങനെയായിരുന്നു? ഒരു മാസം കൊണ്ട്. നിങ്ങൾക്ക് ഇടവകയിൽ തന്ന എങ്ങനെയായിരുന്നു? ഇടവകയിൽ നിന്ന നിർദ്ദേശം എന്തായിരുന്നു? പറ്റുന്നവർ സാധിക്കുന്നവർ എഴുതാൻ ശ്രമിക്കുക, നമ്മുടെ രൂപതയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാധിക്കുന്നവർ ശ്രമിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇതിനകത്തിപ്പോൾ മതബോധന അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട് അല്ലേ, മാതാപിതാക്കളുണ്ട്, PTA. നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഇങ്ങനൊരു വലിയൊരു ഇത് ചെയ്തു തീർത്തത്. ഇത് ചെയ്തപ്പോൾ എഴുതിയപ്പോൾ വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ഈ ബൈബിൾ എഴുതുക എന്ന് പറയുന്നത്. പ്രത്യേകം നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാവോ? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വേദർശ ടീച്ചറാണ്. എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഈ വചനം എഴുതി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ആദ്യം അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അത്രയ്ക്ക് ഇതുണ്ടായിരുന്നില്ല. പക്ഷേ എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. അവരെല്ലാവരും, എൻ്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഇതിൽ പങ്കെടുത്തു. എനിക്കും ഈ വചനം എഴുതാനായിട്ട് സാധിച്ചു. എനിക്ക് ഈ വചനം എഴുതിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ ഉണ്ടായി. എനിക്ക് ഭയങ്കര വേദനയും വിഷമമൊക്കെ ശരീരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ വചനം എഴുതി തുടങ്ങി അവസാനിച്ചപ്പോൾ എൻ്റെ എല്ലാ രോഗങ്ങളും എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് ഏറ്റെടുത്ത് എനിക്ക് മാറ്റി തന്നു. പിന്നെ എങ്ങനെ അത് എഴുതി തീർത്തേന്ന് അറിയില്ല. ഒരു വലിയൊരു എഴുതണ നേരത്ത് നമുക്ക് ദൈവത്തിൻ്റെ ഒരു സ്നേഹം അനുഭവിച്ചറിയാൻ, കരങ്ങളിലൂടെ അത് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നാണ് എഴുതി തീർന്നത്. ഞാൻ വിചാരിക്കുന്നതിലും വേഗത്തിൽ എഴുതി തീർക്കാൻ പറ്റി. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും എൻ്റെ കൂടെ പങ്കെടുത്തു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എൻ്റെ കൂടെ ഈ വചനം എഴുതി എന്നുള്ളത് എനിക്ക് ദൈവത്തിനോട് വലിയ നന്ദിയാണ് പറയാനുള്ളത്. മറ്റേ ഇനി ആർക്കാ പറയാനുള്ളത്? ഞാനിപ്പോൾ ഇത് നമ്മുടെ ദൈവവചനം എഴുതി തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമായിരുന്നു. കുട്ടികളോടും എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എഴുതി. അവരാദ്യം മടി കാണിച്ചെങ്കിലും പിന്നെ എഴുതി തുടങ്ങിയപ്പോൾ അവർക്ക് ഭയങ്കര ഇതായി. ഇനി എന്തായാലും അടുത്ത എന്ത് സുവിശേഷം എഴുതാനോ എന്തെങ്കിലും ബൈബിളിൻ്റെ ഭാഗങ്ങളായിട്ട് എഴുതാൻ പറഞ്ഞാൽ അവരെല്ലാവരും റെഡിയാണ്. അപ്പോൾ നല്ലൊരു കൂട്ടായ്മ തന്നെയായിരുന്നു. എല്ലാവരുടെയും ഒരു പങ്കാളിത്തം നമുക്കതിൽ വന്ന്, അതുപോലെ നമുക്ക് കുറേ അനുഭവങ്ങളും മനസ്സിനൊരു സന്തോഷം അതിൽ പങ്കുചേർന്നല്ലോ എന്നുള്ളത്. അത് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം മാർക്കോസിൻ്റെ സുവിശേഷം വായിച്ച 10 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യവുമായി. കാരണം കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് അവരും പഠിച്ച്. അപ്പോൾ നല്ലൊരു ഇതാണ്. അപ്പം ഇങ്ങനെ ചെയ്ത അച്ഛന്മാർ പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവത്തിനും നന്ദി പറയുകയാണ്. കുട്ടികളോട് ഞാൻ ചോദിക്കുക, പിള്ളേർ നിങ്ങൾ കണ്ടേ ബുക്ക് കണ്ടേ, വളരെ മനോഹരമായിട്ട് ഇവരത് എഴുതി നൽകിയിട്ടുണ്ട്. ചട്ടയൊക്കെ ഇട്ടിട്ട് എല്ലാവരും അല്ലേ, നല്ല ബൈബിളിൻ്റെ രീതിയിൽ ചട്ടയൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് ഇന്നിവിടെ ഇത് പ്രതിഷ്ഠിച്ചത്. മോളെ, ഇത് എഴുതിയപ്പോൾ അനുഭവം എന്തായിരുന്നു? എത്രയല്ല പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. പേര്? ആൻഫിയ ബിജു. ഞാൻ കൂടുതലും പഠിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എഴുതി കൂടെ പിന്നെ ഞാൻ പഠിക്കാനായിട്ട് കൂടുതലും ഇങ്ങനെ എന്താ പറയുക, കൂടുതലിങ്ങനെ ഒരു എന്താ പറയുക ഉത്സാഹം വന്നുകൊണ്ടിരുന്നു. ഇത് എഴുതണ സമയത്ത് അല്ലേ വലിയൊരു അനുഭവ സാക്ഷിയാണ് മോള് പറയുന്നത്. ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലേ, ഇതെങ്ങനെ സമയം കണ്ടെത്തിയത് എഴുതാനൊക്കെ? സമയം വീട്ടിൽ പ്രാർത്ഥന എത്തിച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഇരുന്ന് എഴുതും. പിന്നെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് എഴുതും. മറ്റാർക്കാണ് ഇനി? ചേട്ടന്മാരാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. സിജു അച്ഛനാണ് ഞങ്ങളുടെ വികാരിയച്ഛൻ. അച്ഛൻ ഞങ്ങൾക്ക് ബൈബിൾ എഴുതാനായിട്ടും ഭയങ്കരധികം പ്രോത്സാഹനം തന്നു. അതിൻ്റെ ആ ഒരു ആത്മീയത ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അച്ഛനാണ്. അച്ഛൻ ഞങ്ങൾക്ക് ഭയങ്കര പ്രോത്സാഹനം തന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരാ അവിടെ? അമോള് പറ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ചൈതന്യം ലഭിച്ചിട്ടാണ് ഞാനിത് എഴുതിയത്. പിന്നെ ഇതിൽ മാതാപിതാക്കളൊക്കെ എനിക്ക് ചില സമയം സഹിച്ച് തരാറുണ്ട്. ഒരാഴ്ച. ആരാണ് 3 ദിവസം കൊണ്ട് എഴുതിയെന്ന് പറഞ്ഞത്? ഓക്കെ, പറയ്. ഞാൻ 3 ദിവസം കൊണ്ടാണ് എഴുതിയത്. 3 ദിവസം കൊണ്ടെടുത്ത്? ആദ്യം എഴുതിയായിരുന്നു 5 അധ്യായം, പിന്നെ കറക്ഷൻ വന്ന് അതുകൊണ്ട് പിന്നെ എഴുതിയായിരുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് എഴുതിയത്. ഭയങ്കര ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയായിരുന്നു. 3 ദിവസം. അപ്പം എത്ര സമയം എടുത്തു? ഒരു ദിവസമൊക്കെ ഇരുന്നു. ഒരു ദിവസം ഒരു 7 അധ്യായമൊക്കെ വെച്ച് എഴുതി. അങ്ങനെയൊക്കെ തീർത്തു. ഒരു ദിവസം. അപ്പം എത്ര സമയം എടുത്തു? 5
5 മണിക്കൂർ 6 മണിക്കൂർ അങ്ങനെയായിട്ട് എഴുതി. കണ്ടിന്യൂസ് ഇരുന്ന് എഴുതി അല്ലേ? അങ്ങനെ 3 ദിവസം കൊണ്ട് തീർത്തു. കൊടുങ്ങല്ലൂർ സെൻറ് തോമസ് ദേവാലയത്തിൻ്റെ വികാരി അച്ഛൻ ഫാദർ സിജോ വേലിക്കകത്തോട്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. അച്ഛൻ്റെ ഇടവക ജനങ്ങളും ആണ് ഇവരെല്ലാവരും. അച്ഛൻ എന്തു പറയുന്നു ഈ ഒരു നിമിഷം? ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് ശരിക്കും. വളരെ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ വചനത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് ഇതിനെ കാണുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ചെറിയ ഇടവകയാണ്, 300 താഴെ കുടുംബങ്ങളുടെ ഇടവകയാണ്. പക്ഷേ അതിൽ നിന്ന് തന്നെ ഇത്രയും പേര് എഴുതാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു എന്നിവിടെ കണ്ടത് വലിയൊരു ജനസാഗരം തന്നെയാണ്. അപ്പോൾ ഇതൊരു തുടക്കമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ രൂപതയിൽ. ഇനിയും ഇങ്ങനെ വചനത്തെ സ്നേഹിക്കുന്നവർ ഇങ്ങനെ ഒരുമിച്ച് കൂടും. ഇനി വീണ്ടും ബൈബിളിലെ പുസ്തകങ്ങൾ